സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് അഭിഷേകാണ് കല്യാണം കഴിക്കാത്തത്. എടുത്തു പറയണോ? അത് നമുക്ക് ചോദ്യം ഉണ്ടാവില്ലേ? എങ്ങനെ അനുഭവങ്ങൾ ദാമ്പത്യം എന്ന് പറയുമ്പോൾ ബെഡ്റൂമിലുള്ള സീനുകൾ വരെ ഇതിൽ അവൻ വളരെ വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് അതെങ്ങനെയാണ് അത്ര അനുഭവം ഉണ്ട്, അത്ര അനുഭവം. എനിക്ക് കല്യാണം കഴിക്കാനുള്ളതാണെന്നൊക്കെ ഇത് കണ്ടിട്ടാണ് എനിക്ക് പെണ്ണ് കിട്ടാതെ. സിംഗിൾ മാരീഡ് ലൈഫുമായിട്ട് ബന്ധമില്ലല്ലോ. ഇല്ല, അതുവരെ വാക്ക് താലി കെട്ടിയിട്ടില്ല എന്നുള്ളൂ. ബാക്കിയൊക്കെ ബാക്കിയൊക്കെ ബന്ധമുണ്ട്. വേഗം വേഗം ആൻസർ പറഞ്ഞു. ഇതിപ്പോ എന്താന്ന് വെച്ചാല് ഞാൻ ചുറ്റിലുള്ള എനിക്ക് പലരെയും അറിയാം. നൈറയും നയനയും ഇതെങ്ങനെ സെറ്റിൽ ഇതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്തു? ഞങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. രണ്ട് സ്വഭാവക്കാരാ. സെറ്റില് എപ്പോഴും വരുന്ന കൺഫ്യൂഷൻ ആണ്. നയനയ്ക്ക് ഷൂട്ടുള്ളപ്പോ എന്നെ വിളിക്കും, വിളിക്കും. ഇത് തന്നെ ഫുഡ് കൊണ്ടുവന്ന് വെക്കുമ്പോ പോലും നയനക്കുള്ള ഫുഡ് തിന്നുമ്പോ എനിക്കൊരു ഫുഡ് ഉണ്ടാവും. ഒരു ദിവസം രാവിലെ 5 മണിക്ക് കോളിംഗ് ബെല്ല് വെച്ചു എഴുന്നേറ്റ് ചോദിച്ചപ്പോ നൈറയ്ക്ക് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ റെഡി ആയിട്ടൊന്ന് പറയാം, നയനക്കല്ല നൈറയ്ക്കാ ഷൂട്ട്. ഷൂട്ടിംഗുകാരനെ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവര് തമ്മിൽ പിരിഞ്ഞു. ഇവര് തമ്മിൽ ഈഗോ പ്രശ്നമായി അല്ലേ? ധ്രുവന്റെ കാസ്റ്റിംഗ് ആരായിരുന്നു ചെയ്തത്? അതാണ് ഒരു കഥ. ഞാൻ ആരൊക്കെയോ കാസ്റ്റ് ചെയ്ത് ആരൊക്കെയോ പോയി. ഞാൻ പ്രാന്തായിട്ട് ഷൂട്ട് തുടങ്ങുമ്പോ കാസ്റ്റ് ചെയ്ത് ഇവിടെ ആളില്ല അഭിനയിക്കാൻ. ആ പരുവത്തിലായിരുന്നു നമ്മൾ പോയത്. ഫുൾ റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവിയില് ലീഡ് റോൾ അങ്ങനെ ഒരെണ്ണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണോ? അങ്ങനെ വെയിറ്റ് കിട്ടിയാൽ വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല, എഴുതും. അതേ ഉള്ളൂ വഴി. അവസരം ഞങ്ങൾക്കില്ല. ഇപ്പൊ ഈ പറഞ്ഞത് വെച്ച് ഞാൻ ചിലപ്പോ ഇന്ന് എഴുതി തുടങ്ങും. അടുത്ത ഫുൾ ആൻഡ് ഫുൾ മറ്റേ എന്താ അർജുൻ റെഡ്ഡി പോലത്തെ സാധനം. അതെ. അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇനി ഒരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്, എനിക്കത് സിനിമ ഡയറക്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ സിനിമയുടെ പാർട്ടായി സിനിമാ ലോകത്ത് ജീവിക്കണം എന്നൊരു അങ്ങനെ ഒരു പ്രാന്ത് എനിക്കുണ്ട്. ആ പ്രാന്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വല്ലപ്പോഴും തെന്നിയും തെറിച്ച് വേറെണ്ണം വരുമ്പോൾ നല്ലതാണെങ്കിൽ എടുക്കാന്നുള്ളത്. അങ്ങനെ എനിക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നു ഞാൻ 2-3 കമ്മിറ്റ് ചെയ്തു. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ കള്ളൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഇതിലെ ജനങ്ങൾ മണ്ടന്മാരൊന്നും അല്ല. ഞാൻ വന്നിട്ട് എനിക്ക് ഇത്രയും ഇഷ്ടംപോലെ കഥകൾ വരുന്നുണ്ട്, ഞാൻ സിനിമ ചെയ്യാത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപ്പോഴേ മനസ്സിലാവുന്നത് കള്ളമാണ്. നമ്മളിതിനങ്ങനെ കള്ളം പറയുന്നത്, നമ്മൾ ജെനുവനായിട്ട് നിൽക്കുക, ജെനുവനായിട്ട് കിട്ടുന്നത് മതി നമുക്ക്. മരിക്കുന്നവരെ പടം ചെയ്യണേ കർത്താവേ എന്നുള്ളൊരു ആഗ്രഹമാണ്. അവർക്ക് സിനിമ ഇല്ലെങ്കിൽ ഒറ്റ ഐഡിയുള്ളൂ, കർത്താവേ ഒരു പടം കിട്ടും. ഏത് ഫോട്ടോ ഇടുന്നു? ആ ഫോട്ടോ എനിക്ക് കൂടെ ഇടാൻ. നിന്റെ ഫോട്ടോ എങ്ങനെയായിട്ട് എനിക്ക് പടം വരുമോ? ഇനി മുതൽ നോക്കുമ്പോ അഭിഷേകിന്റെ അക്കൗണ്ടിൽ എല്ലാ മാസവും നയനയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് പടം വരണേ നമുക്ക് ഇവൾക്കെല്ലാം പോകും. ഹലോ ആൻഡ് വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വിവ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. താങ്ക് യു. ആദ്യം തന്നെ ഈ അനീഷേട്ടന് വേണ്ടിയിട്ട്, അനീഷേട്ടൻ ആദ്യം നമ്മളിവിടെ ഇല്ലായിരുന്നു, അനീഷേട്ടന് വേണ്ടിയിട്ടുള്ള വലിയൊരു അടിയാണ് കണ്ടത്. എന്തിനാ അനീഷേട്ടൻ ഇവിടെ ഇരുത്തു, അനീഷേട്ടൻ ഇവിടെ ഇരുത്തു? അനീഷേട്ടന് എന്താ ആ ഒരു ഓറ കണ്ടിട്ടാണോ? അനീഷേട്ടൻ മുത്താണ് അല്ലേ? ഞങ്ങളിലേക്കൊക്കെ വരുമല്ലോ, ആ ഓറ ഞങ്ങളിലേക്കൊക്കെ വരും, പടരും കോവിഡ് പോലെ. ഇത്രയും ദൂരം ആയതുകൊണ്ട് അടുത്തിരുന്ന് എനിക്ക് കുറച്ചുകൂടെ പടരാൻ വേണ്ടിട്ട് ഇപ്പുറത്തിരുത്താൻ പറഞ്ഞതാ. എന്നിട്ടും ഇത്രയും പേരുണ്ടായിട്ടും ധ്രുവന്റെ അടുത്ത് തന്നെ പോയിരുന്നു. എവിടെങ്കിലും ഒന്ന് ഇരുന്നാ അതെ. അപ്പൊ നമുക്ക് വിവയിലോട്ട് പോവാം അല്ലെ? ഞങ്ങളൊന്നും കറക്റ്റ് ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. വിവാഹം എന്റെ സംസ്കൃതം. അപ്പൊ അഭിഷേകിന്റെ റൈറ്റിംഗിൽ വന്ന ഒരു മൂവിയാണ്. അപ്പൊ ഇതിലേക്ക് എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായത്? സ്ക്രിപ്റ്റ് ചുറ്റിനുള്ള കുറെ എണ്ണം കണ്ടപ്പോഴത്തേക്ക് ഒന്ന് എഴുതി വെക്കാൻ തോന്നി. കുറച്ചൊക്കെ എന്റെ ഇമാജിനേഷൻ യൂസ് ചെയ്തു. അപ്പൊ ഈ കുറച്ച് നമ്മളിതിൽ മെയിൻലി ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ കഥ, കറക്റ്റ് അവരുടെ ഫീലിങ്സ്, അവരുടെ സിറ്റുവേഷൻ, പ്രശ്നങ്ങളെല്ലാം നമ്മൾ കാണിക്കുക. നമ്മൾ അങ്ങനെ ഒരു രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് പെർഫെക്റ്റ് ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചുറ്റിനും നടക്കുന്ന കഥ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് കാണുമ്പോൾ സ്ത്രീകൾക്ക് ഞങ്ങളുടെ ലൈഫ് ആണല്ലോ എന്ന് തോന്നണം. ഇതൊരു ധ്യാൻ ശ്രീനിവാസൻ മൂവിയോ ഇല്ല അഭിഷേക് കുമാർ മൂവിയോ ഇല്ല ധ്രുവനോ അനീഷേട്ടൻ ടൈപ്പ് ഓഫ് മൂവി അല്ല. ഇത് സാധാരണ 4 സ്ത്രീകളുടെ കഥ. അതാണ് ഈ സിനിമ. അപ്പൊ അത് നമ്മൾ ചെയ്തിരിക്കുന്നു.
ഇത് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് രീതിയിൽ 4 കഥ, ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന 4 കഥ, ഒരു ഫ്ലാറ്റിൽ ഒരു ടവറിൽ നടക്കുന്ന 4 കഥ. അതെ, ഈ ഫ്ലാറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പോസ്റ്റർ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ആ കറക്റ്റ് ആ നമുക്ക് ആ ഒരു സംഭവം കിട്ടുന്നുണ്ട്, ഇതുപോലെ ഒരു അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന 4. ഇപ്പൊ ഇതൊക്കെ എങ്ങനെ, ആരായിരുന്നു ഇത് പറയുമ്പോൾ അഭിമാനം കൂടുന്ന അനീഷേന്റെ എല്ലോ 2 സാർ ചെയ്തു, എന്റെ കമ്പനി ചെയ്തത്. ഇത് ഞാൻ ബ്ലസ്സിനോട് ഞാൻ അന്ന് ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പഠിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചിട്ടില്ല. അപ്പൊ നമുക്കൊരു ഇനി യെല്ലോ 2 ഒരുപാട് പോസ്റ്ററുകൾ വരാനുണ്ട്. നല്ല നല്ല പോസ്റ്ററുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വരട്ടെ. അതെ അതെ, ഒരു ക്രിയേറ്റിവിറ്റി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു സംഭവം. ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ, അതായത് ഇതിപ്പം ഒരു അഭിഷേക് ശ്രീകുമാർ മൂവി അല്ല, അല്ലെങ്കിൽ ധ്രുവന്റെ അല്ല, ധ്യാനല്ല, ഒന്നുമല്ല, 4 പെണ്ണുങ്ങളുടെയാ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഡെയിലി ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ആളുകളുമായിട്ട് നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഇതാണോ? അതെ, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന 4 കുടുംബങ്ങളുടെ കഥയാണത്. 4 കുടുംബങ്ങളാണുള്ളത്. അപ്പൊ അതിൽ ഒരു കുടുംബം ഞാൻ ഇപ്പൊ എല്ലാവർക്കും വ്യത്യസ്ത സ്വഭാവങ്ങളാണല്ലോ, അതുപോലെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടൊരു കഥ അല്ലെങ്കിൽ ഒരു ടച്ചിങ് ഉള്ള ഒരു കഥ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് അഭിഷേകാണ്. കല്യാണം കഴിക്കാത്ത എടുത്തു പറയണം. അത് നമുക്കൊരു ചോദ്യം ഉണ്ടാവില്ലേ, നമുക്ക് എങ്ങനെ അനുഭവങ്ങൾ ഒരു ബെഡ്റൂമിൽ നടക്കുന്ന ഒരു കഥ അല്ലേ. ദാമ്പത്യം എന്ന് പറയുമ്പോൾ ബെഡ്റൂമിലുള്ള സീനുകൾ വരെ ഇതിൽ അവൻ വളരെ വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് അത്ര അനുഭവം ഉണ്ട്, അത്ര അനുഭവം. എനിക്ക് കല്യാണം കഴിക്കാനുള്ളതാണെന്നൊക്കെ ഇത് കണ്ടിട്ടാണ് എനിക്ക് പെണ്ണ് കിട്ടാതെ. അത് നല്ലൊരു കഴിവല്ലേ അത്. അതെ, കൊലപാതകം എഴുതുന്നവര് കൊല ചെയ്തിട്ടാണോ? നല്ലൊരു ചോദ്യല്ലേ, അനുഭവമാണ്, തോട്ടാണ്. ആ തോട്ട്, കൊലപാതകത്തിന്റെ തോട്ട്. ഇതിനൊരു ആൻസർ കൊടുക്കണം. എങ്ങനെയാണ് ഈ പറഞ്ഞ സിംഗിൾ ആയിട്ട് ഇത്ര നാൾ ജീവിച്ച ആൾക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു നല്ല ഫാമിലി ലൈഫിനെ പറ്റി എഴുതാൻ പറ്റും? പറഞ്ഞിട്ടില്ലല്ലോ, മാരീഡ് സിംഗിൾ അല്ല, കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് സിംഗിൾ ആകാറുണ്ട്. അപ്പൊ എക്സ്ക്ലൂസീവ് അഭിഷേക് സിംഗിൾ അല്ല അല്ലേ? ഓക്കെ, ഇപ്പൊ അല്ല, ഇടയ്ക്കിടയ്ക്ക് കറന്റ്ലി അല്ല. ഓക്കെ, എന്നാലും ആ ഒരു മീൻസ് സിംഗിൾ മാരീഡ് ലൈഫുമായിട്ട് ബന്ധമില്ലല്ലോ. അതുവരെ വാക്ക് താലി കെട്ടിയിട്ടില്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ ബാക്കിയൊക്കെ ബന്ധമുണ്ട്. വേഗം വേഗം ആൻസർ പറഞ്ഞു. ഇതിപ്പോ എന്താന്ന് വെച്ചാല് ഞാൻ ചുറ്റിലുള്ള എനിക്ക് പലരെയും അറിയാം. ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത്, എനിക്ക് നമ്മുടെ ചുറ്റിനും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. അതിനകത്ത് ഒരുപാട് പേര് മാരീഡ് ആണ്. ഇവിടെ ഇരിക്കുന്നവർ തന്നെ ഇവരൊക്കെ മാരീഡ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ ലൈഫിൽ ഏതിലൊക്കെ ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കഥയാണ് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് കാണുമ്പോൾ ഇത് എന്റെ ലൈഫിൽ ഇതിന്റെ വേറൊരു പകർപ്പാണല്ലോ നടക്കുന്നത്, ഇതിന്റെ അങ്ങനെ ഒരു ചിന്ത വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എഴുതിയൊരു കഥയാണ്. അപ്പോൾ വേറെ അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ കുറേ നമുക്ക് ഇമാജിനേഷൻ ഒക്കെ ഇച്ചിരി മുളകും ഉപ്പും മസാലയൊക്കെ ഇട്ട് നമ്മൾ ഇതാക്കി എടുത്തു, ഇളക്കി എടുത്തു, പൊരിപ്പിച്ചെടുത്തു. പക്ഷെ ഈ പറഞ്ഞ പോലെ വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസോ വലിയ ഭയങ്കര സസ്പെൻസസോ അങ്ങനെ ഒന്നുമല്ല. ഇത് ജസ്റ്റ് പ്രോപ്പർ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഫൈറ്റ്, അടി ഇടി, ഭയങ്കര മാസ് ബീജിയം അങ്ങനത്തെ ഒന്നും കൺസെപ്റ്റ് ഇല്ല. ആകെപ്പെടെ ഒരു ഫൈറ്റ് ഉണ്ട്, അത് പക്ഷെ ഒരു വേറെ അതിനൊരു കാരണമുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഒരു സ്റ്റോറി ടെൽ ചെയ്ത് നമ്മൾ പറഞ്ഞു പോകും. എല്ലാവരും കണ്ടിട്ട് പോകുമ്പോൾ ഒരു റിയലൈസേഷനും ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് എന്റെ ലൈഫിൽ ഇങ്ങനെ ആണല്ലോ, ഞാൻ മാറേണ്ടതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ചിന്താഗതി വരണമെന്നാണ് സ്വബോധത്തില് ചിന്തിച്ചു. അങ്ങനെയാണ് ഇത് സ്ക്രിപ്റ്റിലേക്ക് എത്തിയത്. മാറിപ്പോയി. എന്ത് പറഞ്ഞാലും അഭിഷേകിനിട്ടൊരു കൊട്ട്. ഒരിക്കലല്ല, അഭിഷേക് ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന അവന്റെ ജീവിതത്തിലെ പല നിമിഷങ്ങളെ എടുത്തിട്ടുള്ള ഒരു ചെറിയ ചെറിയ പ്ലോട്ടുകളാണ്. അവൻ അനുഭവിച്ചിട്ടുള്ള ചെറിയ ചെറിയ പ്ലോട്ടുകളാണ്. പല സുഹൃത്തുക്കളുടെ ഇടയിലുള്ള നമ്മുടെ ചുറ്റിലുള്ള കണ്ടും കേട്ടും ഒക്കെ അനുഭവപ്പെടുന്നത്. ഇപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഫീൽ ആവുന്നത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നോർമലി എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് സൊസൈറ്റിയിൽ ഉള്ള നമ്മൾ കണ്ടും കേട്ടും ഒക്കെ നടക്കുന്ന ഒരു 4 കപ്പിൾസിന്റെ കഥയാണ്. ഈ കഥയിൽ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു ഇവിടെ നമ്മൾ മാറിയാം കൊള്ളാം എന്ന് തോട്ട് ഉണ്ടാവും.
അത് ഉറപ്പായിട്ടും വരും എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള നിങ്ങളൊക്കെ കഥയിൽ അതൊക്കെ വരും, എന്റെ കഥയിൽ അത് വരുമോ? എനിക്കത് അറിയണം. വരും നയന എന്തായിരുന്നു പറയാൻ വന്നത്? ധ്രുവന്റെ കഥയിൽ എങ്ങനെയാണ് അല്ല, ഞാൻ അഭിഷേകിനെ ട്രോളാൻ വേണ്ടി പറഞ്ഞതാ. അത് കഴിഞ്ഞിട്ട് അല്ല, അഭിഷേക് അഭിനയിച്ചത് ജീവിതത്തിൽ അനുഭവിച്ചതായിരിക്കും ഇതിൽ അഭിനയിച്ചിട്ടുണ്ടാവുക അത് ഞാൻ പറഞ്ഞത്. അതെ, ഇതിപ്പോ 4 ഫാമിലിയാണ്. നയനിക്ക് ഈ കൂട്ടത്തില് ഏറ്റവും ഫേവറേറ്റ് ഇതിൽ ഏത് കപ്പിളാ? അഭിഷേക് അല്ലേ? മിണ്ടരുത്. നയന ഏത് കപ്പിളാ ഇതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് കപ്പിൾ? അഭിഷേക് അഭിനയാണോ അതോ ഈ സ്റ്റോറിയാണോ? ആ സ്റ്റോറിയില് ഈ 4 കപ്പിളിൽ ഏത് കപ്പിളിനെ ഏറ്റവും ഇഷ്ടം? അതല്ലേ പറയണേ? അല്ല, എനിക്ക് ധ്രുവനും അർച്ചനയാണ് ഏറ്റവും ഇഷ്ടം. ലൈഫ് എങ്ങനെയൊക്കെ എനിക്ക് ധ്രുവനെ പോലൊരു പാവം പിടിച്ച ഭർത്താവിനെ ഏകേതാ മൂക്കേതാ മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഭർത്താവ്. അതെ, അപ്പൊ അവരുടെ ഫാമിലിയാണ് എന്റെ ഫേവറേറ്റ് ഫാമിലി. അങ്ങനെ ഒരു ഫാമിലി കിട്ടട്ടെ. ഞങ്ങളെല്ലാം ഒന്നടങ്കം പറയും വേണ്ട. അല്ല, ഫാമിലി എനിക്ക് എന്റെ ഫാമിലിയാണ് ഇഷ്ടം. ബിക്കോസ് എന്റെ ഭർത്താവ് ക്ലൈമാക്സിൽ അടിപൊളിയാണ്. അപ്പൊ അതുപോലത്തെ ഒരു ഭർത്താവിനെ കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. മുമ്പ് വരെ എല്ലാന്ന് അഭിഷേക് അല്ലേ? ഇപ്പൊ കഥ പറയും. അഭിഷേക് നായരുടെ എന്റെ ധ്യാൻചേട്ടൻ. തോക്കം ജയിക്കാൻ വേണ്ടി സ്വന്തം കഥ വരെ ഇപ്പൊ പറയാൻ മനുഷ്യൻ. ഡിബേറ്റില് തോക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതെ, പെട്ടെന്ന് എക്സ്പ്രഷൻ ഒക്കെ മാറി. നിമിഷ കവി എന്നൊക്കെ പറയുന്ന പോലെ നിമിഷ കഥ ഉണ്ടാക്കുന്ന ആളാണ് അഭിഷേക്. അതെ അതെ, നമ്മൾ ഷൂട്ടിനിടയിലും ഉണ്ടായിരുന്നു അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മുറിവിലാണ് ഞാൻ അത് പ്രകടമായിട്ട് കണ്ടത്. ഞാൻ കണ്ടത് തെക്കിനിയിലായിരുന്നു. മറ്റേ അഭിഷേകിനുള്ളിലെ മനോരോഗി എപ്പോഴാ തിരിച്ചെത്തുന്നത്? ഇറങ്ങാനൊന്നും ഇല്ലത്. ഇതില് ഏറ്റവും നമുക്ക് ഈ ഗസ്റ്റ് ലിസ്റ്റിന്റെ പേര് വന്നപ്പോഴും ഒക്കെ കൺഫ്യൂസ്ഡ് ആവുന്ന 2 പേരാണ് നയനയും. സോറി, നൈറയും നയനയും. ഇതെങ്ങനെ സെറ്റിൽ ഇതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്തു? രണ്ട് സ്വഭാവക്കാരാ. സ്വഭാവക്കാരല്ല ഇത്. അഭിനയിക്കുമ്പോ ഇവരിവിടെ ഇല്ല, യാതൊരു കുഴപ്പമില്ല. സംഭവം എന്താന്ന് വെച്ചാൽ ഇവര് രണ്ട് ഫാമിലീസും ആണ് കോമ്പിനേഷൻ. ഞങ്ങളുടെ കോമ്പിനേഷൻ ആയിരുന്നു. ഞാനും നയനയും ആയിരുന്നു മോസ്റ്റ്ലി കോമ്പിനേഷൻ ഫുള്ള് പോയിക്കൊണ്ടിരുന്നത്. സെറ്റില് എപ്പോഴും വരുന്ന കൺഫ്യൂഷൻ ആണ്. നയനയ്ക്ക് ഷൂട്ടുള്ളപ്പോ എന്നെ വിളിക്കും, എനിക്ക് ഷൂട്ടുള്ളപ്പോ നയനെ വിളിക്കും. ഇത് തന്നെ ഫുഡ് കൊണ്ടുവന്ന് വെക്കുമ്പോ പോലും നയനക്കുള്ള ഫുഡ് തിന്നാവും, എനിക്കൊരു ഫുഡ് ഉണ്ടാവും. ഒരു ദിവസം രാവിലെ 5 മണിക്ക് കോളിംഗ് ബെല്ല് എഴുന്നേറ്റ് ചോദിച്ചപ്പോ നൈറയ്ക്ക് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ റെഡി ആയിട്ടൊന്ന് പറയാം, നയനക്കല്ല നൈറയ്ക്ക് ഷൂട്ട്. ഷൂട്ടിംഗുകാരനെ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവര് തമ്മിൽ പിരിഞ്ഞു. ഇവര് തമ്മിൽ ഈഗോ പ്രശ്നമായി. കാരണം അയാൾക്ക് കൊടുക്കണ ഇയാൾക്ക് കിട്ടുന്നില്ല, ഇയാൾക്ക് കൊടുക്കണ അയാൾക്ക് കിട്ടുന്നില്ല. പേയ്മെന്റിന്റെ പ്രശ്നം പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേര് നയനയ്ക്ക് ഓൾറെഡി പേയ്മെന്റ് വന്നല്ലോ, നയന പോയിട്ട് എനിക്ക് പേയ്മെന്റ് വന്നിട്ടില്ല. സത്യം പറയും. കൺഫ്യൂസ്ഡ് ആയി. പിന്നെ ഓക്കെ, പിന്നെ ഒരു എനിക്ക് തോന്നുന്നു 5-6 ഡേയ്സിൽ തന്നെ ഈ ഒരു കൺഫ്യൂഷൻ പോയി. അപ്പൊ ഓക്കെ ആയി തുടങ്ങി. അപ്പൊ പിന്നെ ഇവര് തമ്മിൽ ഈഗോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്നേഹത്തോടെ ആയി. അനീഷേട്ടന്റെ ഇപ്പൊ ഇതുവരെ ചെയ്ത ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ എത്രത്തോളം വേറിട്ട് നിർത്തും? എന്താണ് അതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു സിനിമയിലെ? ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല, ഇല്ല ഇതുവരെ ചെയ്തിട്ടില്ല. കൂടുതൽ ഹ്യൂമർ, പിന്നെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെയാണ് ഇതൊരു ഒരു ഒരു എന്താ പറയാ, ഒരു മെയിൽ ഷോവിനിസ്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കോ റെഡ് ഫ്ലാഗ് ആണല്ലേ, ഭയങ്കര ഓവറാണ്. അത് സൈക്കോകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി. ശരിക്കും അത് ആ ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് എങ്ങനെ പെരുമാറും. അയാളുടെ ഒരു കൺസർവേറ്റീവ് ഫാമിലി നിന്നാണ്. അപ്പൊ അയാളുടെ ആ ഒരു തിങ്കിങ് ആ രീതിയിലാണ്. അപ്പൊ അയാൾ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഈ കഥാപാത്രം. അത് കറക്റ്റായിട്ട് ചേട്ടൻ ചെയ്യുകയും ചെയ്തു, അനീഷേട്ടൻ ചെയ്യുകയും ചെയ്തു.
അപ്പൊ നമുക്ക് അതിനകത്ത് ഒരു പ്രാന്തനെ പോലെ ഒരുത്തനെ വേണമെന്നായിരുന്നു. അപ്പൊ അത് കറക്റ്റായിട്ട് കിട്ടി. കാസ്റ്റിംഗ് ഒക്കെ ആരായിരുന്നു നടത്തിയത്? ഇത് കുറച്ചൊക്കെ ഞാനാ ചെയ്തത്. മൊത്തം അവൻ തന്നെ ചെയ്ത്. എന്ന് പറഞ്ഞിട്ട് കൈ വന്നത് കണ്ടില്ലേ? മൊത്തം അവൻ തന്നെ ചെയ്തത്. ഇല്ല, നമ്മള് വേറെ ആളാ ചെയ്തത്. ഞാനും ധ്രുവനും ഒക്കെ വേറെ ആയിരുന്നു, ബാക്കിയൊക്കെ വേറെ ആയിരുന്നു. കറക്റ്റ് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തത് ചേട്ടാ. എനിക്ക് കറക്റ്റ് ഒരു ബട്ടനെ കിട്ടിയാലേ ബാക്കി പിടിക്കാൻ പറ്റത്തുള്ളായിരുന്നു. കറക്റ്റ് അത് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചു. മുൻപരിചയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ സൈക്കോ ക്യാരക്ടർ കറക്റ്റ് ആയിട്ട്. നിങ്ങൾ നേരത്തെ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? അതുകൊണ്ട് അഭിഷേകമായിട്ട്. അപ്പൊ എനിക്ക് കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതെ, ഞാൻ നല്ല ചാർജിലാണ്, നീ പൊക്കോ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് കറക്റ്റ് അല്ലേ? അങ്ങനെ ആ കാസ്റ്റിംഗ് കറക്റ്റ് ആയി. അതെ, ഈ ധ്രുവന്റെ കാസ്റ്റിംഗ് ആരായിരുന്നു ചെയ്തത്? അതാണ് ഒരു കഥ. ആരെ പ്രശ്നപ്പെട്ടായിരുന്നല്ലേ? അഭിഷേക് ഞാൻ തന്നെയായിരുന്നു. ഓക്കെ, ഞാൻ തന്നെ. അതറിയില്ലായിരുന്നു എന്നിട്ട്? ഞാൻ ആരൊക്കെയോ കാസ്റ്റ് ചെയ്ത് ആരൊക്കെയോ പോയി. ഞാൻ പ്രാന്തായിട്ട് ഷൂട്ട് തുടങ്ങുമ്പോ കാസ്റ്റ് ചെയ്ത് ഇവിടെ ആളില്ല അഭിനയിക്കാൻ. ആ പരുവത്തിലായിരുന്നു നമ്മൾ പോയത്. പക്ഷെ നമ്മൾ എല്ലാം മേക്കപ്പ് ചെയ്ത് എടുത്തു. കാരണം നമ്മൾ ലേറ്റ് ആകാതൊക്കെ സമയത്തിന് ആളെ എത്തിച്ചു. ഇവിടെ തലേ ദിവസം പിടിച്ചോണ്ടൊന്നും അടുത്ത ദിവസം അഭിനയിച്ചു. പ്രശോഭേട്ടനാ കാസ്റ്റ് ചെയ്തത്. എന്നെയും ധ്രുവനെയും പ്രശോഭേട്ടൻ. എനിക്ക് ബ്ലസ്സൻ ചേട്ടനായിരുന്നു ഡയറക്ടറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാത്തിന്റെയും ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സൈക്കോ ക്യാരക്ടറാണ്. ആ കഥാപാത്രം അഭിഷേക് ഓൾറെഡി കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ ഓൾറെഡി കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരെ എങ്ങനെയെന്നുള്ളത് പിന്നെ പ്രക്ഷോഭവും അവരും ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ സെലക്ട് ചെയ്തെടുക്കുക തന്നെ ചെയ്യും. മെയിൻ കാസ്റ്റിംഗ് കഴിഞ്ഞു. അർച്ചനേനെ എനിക്ക് തോന്നുന്നു അഭിഷേകാണ് കാസ്റ്റ് ചെയ്തത്, ധ്രുവന്റെ പേരിന്. അഭിഷേക് നല്ല കപ്പിളായിട്ടുള്ള ഒരു നല്ലത് ന്യൂജൻ, ഭയങ്കര സ്നേഹം. അത് ധ്രുവന്റെ അഭിഷേക് നായരെ മറ്റത് വേറെ ആർക്കും കൊടുക്കുമല്ലോ. അതന്നെ എടുത്തു. നല്ല ക്യാരക്ടർ ഞാൻ എടുത്ത്. പക്ഷെ ഏറ്റവും പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടർ പുള്ളി കൊണ്ട് ഞാൻ എടുത്തു. അത് നല്ല പെർഫോം ചെയ്യാൻ. എനിക്ക് മനസ്സിലായി, എന്നെ കൊണ്ട് പറ്റൂലെന്ന് മനസ്സിലായി. അപ്പൊ 4 ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നല്ലേ? അല്ല, ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് അഭിനയപരാന്താണല്ലോ, ഇതിനകത്ത് ഒരെണ്ണം ഞാൻ ചെയ്യാലോ എന്ന് വിചാരിച്ചു. നോക്കിയപ്പോ ഒന്നും പറ്റണില്ല. പിന്നെ ഒരെണ്ണം മാത്രം ഭാഗ്യത്തിന് കിട്ടി. അത് ഞാൻ അതേ ഉള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. ചെയ്യേണ്ട ആവശ്യമില്ല, റൊമാൻറ്റിക് ആണ്. ഞാൻ ഇൻബിൽട്ട് ആയിട്ട് എനിക്ക് റൊമാൻസ് ഉണ്ട്. ഉള്ളിൽ ഞാൻ ഭയങ്കര ഒരു കാതലനാണ്. അയ്യോ, അങ്ങനെ ഇപ്പൊ ഒരു എന്താ പറയാ, ഫുൾ റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവിയില് ലീഡ് റോൾ അങ്ങനെ ഒരെണ്ണത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണോ? അങ്ങനെ വെയിറ്റ് ഒന്നും കിട്ടിയ വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല, എഴുതും ഞങ്ങൾക്കില്ല. ഈ പറഞ്ഞത് വെച്ച് ഞാൻ ചിലപ്പോ ഇന്ന് എഴുതി തുടങ്ങും. അടുത്ത ഫുൾ ആൻഡ് ഫുൾ മറ്റേ എന്താ അർജുൻ റെഡ്ഡി പോലത്തെ സാധനം. അതെ, എല്ലാത്തിനും ചെവിക്കലിനെ അടിച്ചിട്ട് പ്രേമിക്കുന്നത് ഇങ്ങനെ അടിച്ചിട്ട്. ടോക്സിക് പ്രേമം. അതാണ് മനസ്സിലായില്ലേ? ഞാൻ ആങ്കറായിട്ട് ഇരുന്നോണ്ട് തന്നെ പറയാം, ആ ക്ലിപ്പ് പുറത്തു പോയാ നാശത്തിലേക്കാ പോകും. ടോക്സിക് ആയിട്ട് ചെവിക്കുട്ടി അടിച്ച് പൊട്ടിക്കുന്ന ക്യാരക്ടർ അർജുൻ റെഡ്ഡിയിലെ തൊഴിൽ നടക്കുന്നത്. മുന്നേ നല്ലൊരു മനുഷ്യനായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കഥാപാത്രം അങ്ങനെയാണ്. അല്ല പിന്നെ അർജുൻ റെഡ്ഡി കോപ്പി ആയി പോകത്തില്ലേ? എന്റെ അതിനകത്ത് കഥ ആദ്യം മുതലേ അവൻ ചെവിക്കലിന് അടിക്കുന്നവൻ. അയ്യോ, ഫസ്റ്റ് ഷോട്ട് ചെവിക്കലിന് അടിച്ച് പിന്നെ വേറെ നായികനെ കാസ്റ്റ് ചെയ്യും. ഫസ്റ്റ് ഷോട്ട് വീണ്ടും ചെവിക്കലിന് അടിക്കുന്നത്, അന്ന് വീണ്ടും നായിക പോകും. ഇത്ര ഇൻട്രസ്റ്റ് ആ ചെവിക്കലിന് അടിക്കാനായിട്ട്? കൈ കൊണ്ട് ഇങ്ങനെ വരുന്നു. അത് എല്ലാ വന്നിട്ട് അത് ഏറ്റവും വലിയ ആഗ്രഹം പോലെ ചെവിക്കലിനടിക്കുക, ഓടിക്കുക. എനിക്ക് ടോക്സിക് സിനിമ എടുക്കണം ഭയങ്കര ആഗ്രഹം. പ്രണയിക്കുക. എനിക്ക് ടോക്സിക് സിനിമ എടുക്കണം ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാല് ഒരുപാട് ആർട്ടിസ്റ്റിൽ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും അങ്ങനെ കംപ്ലീറ്റ്ലി അറിയാറില്ല. നമ്മൾ ചോദിക്കില്ലേ ഡ്രീം ക്യാരക്ടർ എന്താന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കുറേ അധികം ഇങ്ങനെ പറയും. കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ പറയുന്ന ആൾ ഇത് ഫസ്റ്റ് ടൈമാണ്. എനിക്കൊരു ടോക്സിക് ക്യാരക്ടർ ചെയ്യണം എന്ന്. ഞാൻ യൂണീക്കാണ്, ഞാൻ എല്ലാം പറയും. ഇതിന് അങ്ങനെ ഒരു ഡ്രീം ക്യാരക്ടർ ഉണ്ടോ? ഒരെണ്ണമായിട്ട് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരെണ്ണമായിട്ട് പറയാൻ പറ്റില്ല, ഒരുപാടുണ്ട്. എനിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഒരെണ്ണമായിട്ട്? ഏറ്റവും ഇഷ്ടപ്പെട്ടാണോ? അല്ല, അങ്ങനെ ചെയ്യാൻ ഇപ്പൊ പറഞ്ഞില്ല, എനിക്കൊരു ടോക്സിക് ബോയ് ആവണം. അതേപോലെ
അല്ല, എനിക്ക് ലവ് സ്റ്റോറി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ കൺമണി പോലെ, അല്ലെങ്കിൽ മണിരത്നം സാറിന്റെ കൈൻഡ് ഓഫ് മൂവീസ്, എനിക്ക് അങ്ങനത്തെ പടം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നമ്മളിപ്പം തമാശയ്ക്കാൽ ഇതുപോലെ ഈ ക്യാരക്ടർ ഇങ്ങനെ വരുന്നത്, അതായത് നല്ല റോൾസ് വരുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ ടൈമിൽ എഴുതുക അങ്ങനെയൊക്കെ പറഞ്ഞു പോയാലും, ഈ ഒരു മൂവി നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്ത് നല്ല നല്ല കഥാപാത്രങ്ങൾ നമ്മൾ ആ ലൈം ലൈറ്റിൽ നിൽക്കണമല്ലോ. ഇങ്ങനെ അപ്രോച്ചിങ്സ് വരാത്തപ്പോഴേക്ക് വിഷമമാവാറുണ്ടോ? പിന്നെ എനിക്ക് അങ്ങനെ അപ്രോച്ച് ഒന്നും വരാറൊന്നുമില്ല. ഇത് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. ഇതിന് മുമ്പുള്ളത് എനിക്ക് വന്നു. അപ്പം ചിലത് മാത്രം അങ്ങനെ വരും. പിന്നെ ചിലരൊന്ന് കഥ പറഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് ഉറപ്പാവും ഇതോടെ ഞാൻ ഫീൽഡ് ഔട്ട് ആവും എന്ന് ഉറപ്പാവും. അപ്പം അങ്ങനത്തെ കഥകളായിരിക്കും വന്ന് പറയുന്നത്. അപ്പം ഞാൻ അതും റിജക്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് സീരിയൽസ് ഇഷ്ടം പോലെ വരാറുണ്ടായിരുന്നു. ഏഷ്യാനെറ്റിന് തന്നെ സീരിയൽസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സിനിമയാണ് ഡ്രീം. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഡയറക്ഷൻ ചെയ്യാം, അഭിനയിക്കാം, സിനിമയുടെ പാർട്ടാവണം. അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എഴുതിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കഥ. ഓക്കെ, എന്നാൽ പിന്നെ സിനിമയാക്കാം. അപ്പോൾ ഞാൻ നോക്കി എൻ്റെ ആ ബാക്കി സ്ക്രിപ്റ്റും കിടക്കുന്നു. അതും പിച്ച് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഇവിടെ എല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ പതുക്കെ എല്ലാം സിനിമയാക്കാം. അപ്പോൾ ആ സിനിമയാകുമ്പോൾ ഞാനും അതിൻ്റെ പാർട്ടാവുന്നില്ല. റൈറ്റർ മാത്രമായിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു ആക്ടർ ആവാം. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇനി ഒരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്, എനിക്കത് സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമയുടെ പാർട്ടായി സിനിമാ ലോകത്ത് ജീവിക്കണം എന്നൊരു അങ്ങനെ ഒരു പ്രാന്ത് എനിക്കുണ്ട്. ആ പ്രാന്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ തമാശക്കാണെങ്കിൽ പോലും പലരും അങ്ങനെ ഓപ്പൺലി പറയില്ല, ലൈക്ക് എനിക്ക് ഞാൻ മേ ബി ഫീൽഡ് ഔട്ട് ആയേക്കാം, അങ്ങനെയൊന്നും ആരും പറയാറില്ല അങ്ങനെ. പക്ഷെ ആ ഒരു ഗട്സ് കാണിക്കുന്നത് തന്നെ കുറെ കൂടി ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യും. അതെന്താ വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കള്ളം പറയണ്ട. എന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട്. ജോഷി സാർ വിളിക്കുന്നു, എന്നെ പ്രിയദർശൻ സാർ വിളിക്കുന്നു, എനിക്ക് പോകാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ കള്ളം പറയാറ്. എനിക്ക് അവസരം വരാറില്ല. വരുന്നത് വളരെ കുറവായിട്ടാണ്. വരുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് പലരും വന്ന് കഥ പറയാറുണ്ട്, അതില്ലെന്നല്ല പറയാറുണ്ട്. ആ പറയുമ്പോൾ ചിലപ്പോൾ നല്ലതാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ 2-3 പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എഴുതിയ കഥയല്ല, അത് വേറെ ആൾക്കാരുടെ കഥയാണ്. അപ്പോൾ അത് ഞാൻ കമ്മിറ്റ് ചെയ്ത് അത് എൻ്റെ അടുത്ത് വന്ന സബ്ജക്റ്റുകളാണ്. പക്ഷെ ബാക്കി ഇപ്പോൾ ധ്യാൻ ചേട്ടനെയൊക്കെ പോലെയോ ഇല്ല ബാക്കി ഇപ്പോൾ രാജുവേട്ടനോ ലാലേട്ടനോ ഇവരെ പോലെ ഇങ്ങനെ കഥകൾ ഇങ്ങനെ വന്ന് കുഞ്ഞു കൂടുന്നൊന്നുമില്ല. വല്ലപ്പോഴും തെന്നിയും തെറിച്ച് വേറെണ്ണം വരുമ്പോൾ നല്ലതാണെങ്കിൽ എടുക്കുക എന്നുള്ളത്. അങ്ങനെ എനിക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നത് ഞാൻ 2-3 കമ്മിറ്റ് ചെയ്തു. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ കള്ളൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതിൽ ജനങ്ങൾ മണ്ടന്മാരൊന്നും അല്ല. ഞാൻ വന്നിട്ട് എനിക്ക് ഇത്രയും ഇഷ്ടംപോലെ കഥകൾ വരുന്നുണ്ട്, ഞാൻ സിനിമ ചെയ്യാത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപ്പോഴേ മനസ്സിലാവാൻ കള്ളമാണ്. നമ്മളിതിനങ്ങനെ കള്ളം പറയുന്നത്, നമ്മൾ ജെന്യുവനായിട്ട് നിൽക്കുക, ജെന്യുവനായിട്ട് കിട്ടുന്നത് മതി നമുക്ക്. അപ്പോൾ ടെൻഷനൊന്നും ഇല്ലല്ലോ. നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. അതെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സെയിം ആണോ? അതായത് ഇങ്ങനെ എല്ലാവരും പറയും ഒരുപാട് സ്ട്രഗിൾസും അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളൊരു ഫീൽഡാണ് മൂവി, അല്ലേ, മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സ് വരുന്നതും? ലൈക്ക് ചില ആളുകൾക്ക് അങ്ങോട്ട് പോയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ കാണും. അപ്പോൾ സസ്റ്റെയിൻ ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇയാളാണ് അതിൻ്റെ എക്സാമ്പിൾ, മെയിൻ എക്സാമ്പിൾ. ഇതായിരിക്കണോ, അങ്ങോട്ട് ചോദിക്കുകയില്ല, ഒരു ക്യാരക്ടർ ചോദിക്കുകയില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിക്കും. ഒരാളെന്ന് വിടാതെ എനിക്കൊരു സിനിമ രംഗത്തുള്ള ഒരാളാണെങ്കിൽ ഞാൻ ചാൻസ് ചോദിച്ചിരിക്കും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പക്ഷേ അത് വരിക എന്ന് പറയണത് എനിക്കറിയില്ല, അതെങ്ങനെയാണ് വരണതെന്നുള്ളത് എനിക്കും അറിയില്ല. ഒരു ലക്ക് കൂടിയാണ് അല്ലേ? പിന്നെ കുറച്ച് നല്ല കുറെ സിനിമ ചെയ്ത സിനിമകൾ ഹിറ്റായി കഴിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. ഹിറ്റായി കഴിഞ്ഞാൽ ആ ക്യാരക്ടർ പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കും, ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഡയറക്ടേഴ്സിന്റെ മനസ്സിൽ നിൽക്കും. പിന്നീട് അതിങ്ങനെ വരും. ധ്യാൻ പറഞ്ഞില്ലേ, 10, 20, 30 ചെയ്യും, ഒരു 1, 2, 3 വിജയിക്കുന്നു. ചോദിക്കാൻ മതി. അപ്പൊ അതേപോലെ നല്ല ക്യാരക്ടറുള്ള സിനിമകൾ കിട്ടണം. അതാണ് ഒരു ഭാഗ്യം. അതെന്താ ചേട്ടൻ എന്താ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളൊരു മടി? ചില ആളുകൾക്ക് അങ്ങനെയാണ്. അത് ആ സ്വഭാവം മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറയുന്നത് നിനക്ക്, കാരണം എനിക്ക് വളരെ സുഖമാണ്. കാരണം ഞാൻ ഈ പോസ്റ്റർ ഡിസൈൻ മേഖല ഉള്ളതുകൊണ്ട് ഒരു സിനിമ തുടങ്ങുന്നതിന് മുന്നേ, കാസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ആളുകൾ എൻ്റെ അടുത്തേക്ക്, അതിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ അവിടെ വരുന്ന എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എനിക്ക് അപ്പം തന്നെ ചോദിക്കാം, ചേട്ടാ ഞാൻ അങ്ങനെ ഒരു അഭിനയം. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, അവിടെ ചോദിക്കാനൊരു മടി. ഇനി ചോദിച്ചു തുടങ്ങും, ചോദിച്ചു തുടങ്ങുന്നുണ്ട്. അത് റിസൾട്ടും കാണുന്നുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ചോദിച്ചു തുടങ്ങുമ്പോഴേക്ക്. ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നീ അടനാണല്ലോ, അപ്പോഴാണ് ഇവർ ആലോചിക്കുക. അതുവരെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ടല്ലോ, അല്ലേ? അപ്പോൾ നമ്മൾ അത് മാത്രമല്ല, ബേസിക്കലി നമ്മൾ നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ റിമെമ്പർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ചിലപ്പോൾ ഒരു കോളായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിനിമയായിരിക്കാം, അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഹിറ്റടിച്ച സിനിമയായിരിക്കാം, എന്തും ആയിരിക്കാം. അങ്ങനെ നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിനനുസരിച്ച്
ഇപ്പോൾ പോസ്റ്റർ ഡിസൈനിങ്ങിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും അടുത്ത് ചെല്ലുമ്പോൾ സിമ്പിളായിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഒരു അവസരമുണ്ട്. നമുക്ക് ആർക്കും അങ്ങനത്തെ ഒരു അവസരം ഇല്ലാത്തൊരു ഏരിയയാണ്. പക്ഷേ പുള്ളിക്കാരന് അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ അത് യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയണത്. അത് ഒരു ചാൻസ് ചോദിച്ചാൽ ചോദിച്ചു, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കില്ല പോട്ടെ. ഇനി നമ്മളങ്ങനെ ചോദിച്ചു, പടങ്ങൾ കിട്ടി, ആ സമയത്ത് തന്നെ എല്ലാ പടങ്ങളും സത്യം. ഞാനൊരു പ്രേമപാറ്റ എന്നുള്ള പടം ചെയ്തുകൊണ്ടിരിക്കണം, എനിക്ക് മെയിൻ പോർഷൻ എനിക്ക് അതിൽ അഭിനയിക്കാൻ പറ്റില്ല. അതേ സമയത്ത് ഞാൻ പാതിരാക്കുറുക്കം എന്നുള്ളൊരു പടവും എം എ നിഷാദ് ഖാനിന്റെ ഒരു പടമുണ്ട്. ഇത് എല്ലാം ഒരുമിച്ച് വരുമല്ലോ. കഴിഞ്ഞ 6 മാസമായിട്ട് ഫ്രീ ആയിട്ട് വെറുതെ ഒന്നും വരുന്നില്ല, ഒന്നും ഉണ്ടാവില്ല. മാനിഫെസ്റ്റേഷൻ അതെ, അതിനൊന്നും ടൈം മാനിഫെസ്റ്റ് ചെയ്താൽ തെറ്റാണ്. ഞാൻ നീ പറയണോ, ഞാൻ നീ വിളിക്കാം. മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. തീർച്ചയായും അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് സിനിമയില് ഇതുവരെ ഇപ്പൊ ഇരിക്കണവരെ മാനിഫെസ്റ്റേഷന്റെ പവറാണ്. ഉറപ്പായിട്ടും. അതെ. ഇപ്പൊ എനിക്ക് നയനയോടായാലും നേരോടായാലും പറയാനുള്ളത്, അതായത് ഇപ്പം നമ്മുടെ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും മൂവി ഇൻഡസ്ട്രീസിൽ ഇപ്പം അതായത് നടന്മാരെക്കാളും ഇപ്പം നടിമാരുടെ ഇതെടുക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടുത്തെ ഒരാൾ അവരൊരു സോ കോൾഡ് ടൈം വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇന്ന മുതൽ ഇന്ന ടൈം വരെ അവർക്ക് ഹീറോയിനായിട്ട് നിൽക്കാം. പക്ഷെ നടന്മാർക്ക് ആ ഒരു ഏജ് അവർ കൊടുക്കുന്നില്ല. ബട്ട് ആ ഒരു സംഭവം ബ്രേക്ക് ചെയ്തിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പോഴും ടെൻഷനുണ്ട്. ഒബ്വിയസ്ലി, ബിക്കോസ് എത്ര നാള് പടം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരെ പടം ചെയ്യണേ കർത്താവേ എന്നുള്ളൊരു ആഗ്രഹമാണ്. എന്താ വെച്ചാൽ ഗോ വിത്ത് ദ ഫ്ലോ. നമുക്ക് സിനിമ ഇല്ലെങ്കിൽ ഒറ്റ ഐഡിയ ഉള്ളൂ, കർത്താവേ ഒരു പടം കിട്ടും, പടം പോസ്റ്റ് ചെയ്യും, അത് പടം കിട്ടും, നമ്മളതിന് ചോദിക്കൊന്നും വേണ്ട. നേരത്തെ ഒരു ക്വസ്റ്റില് ചോദിച്ചു, എങ്ങനെയാ പടം വരാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പടം ഒന്ന് വരാതിരിക്കുമ്പോ ഞാനൊരു ഫോട്ടോ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് അപ്ലോഡ് ചെയ്യും. ഏത് ഫോട്ടോ ഇടുന്നു? ആ ഫോട്ടോ എനിക്കും കൂടെ ഇടാൻ. എന്റെ ഫോട്ടോ, നിന്റെ ഫോട്ടോ എങ്ങനെയായിട്ട് എനിക്ക് പടം വരുമോ? ഓക്കെ, ശരി. ഫോട്ടോ പ്രാർത്ഥിച്ചിട്ട് അപ്ലോഡ് ചെയ്യും, പടം തരണേതാ പടം വരും. ഇപ്പൊ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഒരു പടം ഇടുക, അപ്പൊ ഒരു പടം ഇങ്ങോട്ട് വരും. അതാണ് സംഭവം. അതെ. ഇനി മുതൽ നോക്കുമ്പോ അഭിഷേകിന്റെ അക്കൗണ്ടിൽ എല്ലാ മാസവും നയനയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് പടം വരണേ ഇവൾക്കെല്ലാം പോകും. മറ്റേ മാതാവിനോടൊക്കെ പറയുന്നത്. എനിക്കും അങ്ങനെ ഫോട്ടോ ഇട്ടിട്ട് വന്നൊരു പ്രൊജക്ട് ഏതായിരുന്നു? അത് നല്ലൊരു ചോദ്യമായിരുന്നു. പ്രേംപാറ്റയുടെ റെഫറൻസ് അവര് ഹെയർ എടുത്തത് മറ്റേ ആക്ടിന്റെ പ്രൊമോഷന്റെ സമയത്ത് ഞാൻ ഒരു പിക്ചേഴ്സ് കുറെ അപ്ലോഡ് ചെയ്തായിരുന്നു. അതാണ് അവര് ഹെയർ കട്ട് ചെയ്തല്ലോ, അതിന്റെ ലുക്ക് അവർ ചെയ്ത് ആ ഫോട്ടോ കണ്ടിട്ടാണ് അവര് പ്രേംപാറ്റയെ വിളിക്കുന്നത്. 14 Days of Love എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തു. ആ സമയത്ത് ഞാൻ ചുരിദാറിന്റെ ഹെയർ ഒക്കെ പ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ട് അത് കണ്ടിട്ടാണ് എനിക്ക് 14 വരുന്നത്, ആക്ട് വരുന്നത്. അങ്ങനെയൊക്കെ കുറെ പടം വന്നിട്ടുണ്ട്. അതെ, സത്യമാണ് സംഭവം. എനിക്ക് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നൈറയുടെ കേസിൽ എങ്ങനെയാ ഈ പറഞ്ഞ പോലെ മൂവീസ്? നൈറ വെറുതെ അല്ല, നൈറയുടെ കേസിൽ ഇതുപോലെ അറിഞ്ഞോട്ടെ കഴിവുകളൊക്കെ മൂവീസ് എങ്ങനെയാണ് ഈ പറയുന്ന പോലെ? ഇപ്പം നയനയും പറഞ്ഞു, അനീഷേട്ടനും പറഞ്ഞു, ഇങ്ങനെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിൽ. ഞാനും ഫസ്റ്റ് അപ്രോച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. മൂവി ഇൻഡസ്ട്രിക്ക് വരണം എന്ന് തന്നെ ആഗ്രഹമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ആഗ്രഹമില്ലാത്ത മീൻസ് എനിക്കതിനോട് വിരക്തി അങ്ങനെ ഒരു സാധനമല്ല ഞാൻ പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് ഞാൻ സെലക്ട് ചെയ്യണം ഇല്ല അങ്ങനെ ഒരു തോട്ട് എനിക്ക് വന്നിട്ടില്ല. ഇതിൽ അഭിനയിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു സാധനം ചെയ്താൽ കൊള്ളാം, എന്നെ ഇതിൽ കണ്ടാൽ കൊള്ളാം, അങ്ങനെ ഒരു സാധനം എൻ്റെ മൈൻഡിൽ വന്നിട്ടില്ല. കൊറോണ സമയത്താണ് അതിൽ എൻ്റെ ബൈക്ക് ഓടിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ് ഫസ്റ്റ് മൂവിയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ്ലി ഈ ഒരു മൂവിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ വന്നതാണ്. അപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിലും നല്ല ചൂസി ആയിട്ടുള്ള ചെയ്യണം എന്നുള്ളത് വന്നു. സോ അതുകൊണ്ട് തമിഴിൽ ഇനി വരാൻ പോകുന്ന പടങ്ങളൊക്കെ നല്ല ഹൈ പ്രൊഡക്ഷനിൽ വരുന്ന മൂവീസാണ്. അതെ, അപ്പോൾ ഇതെല്ലാം നല്ല സക്സസ്ഫുൾ ആകട്ടെ. അതെ, ഉള്ളിൻ്റെ ഉള്ളിൽ സിനിമ ആഗ്രഹമുണ്ട്.
പക്ഷെ പുറത്ത് ബാഹ്യമായിട്ട് ആരടുത്തും വിളിച്ചു ചോദിക്കാനോ ഒന്നും അതൊരു അറിയാത്ത മടി. അവിടെ കിടക്കണോണ്ട് ഇല്ല, മടി എന്നുള്ളൊരു സാധനമല്ല, ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിന്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാ. പിന്നെ ഇപ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ചൂസി ആയിട്ടുള്ള മൂവീസ് ചെയ്യണം എന്നുള്ളത് ഒരു 2 years ബാക്ക് വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞാലേ അറിയുള്ളൂ എന്നുള്ളൊരു സാധനം തോന്നിയപ്പോഴാണ് ഞാനത് ചോദിച്ച് അല്ലെങ്കിൽ ഒരാളെ അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാന്നുള്ളൊരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് വന്നത്. അതെ, ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടതാണ്. നമ്മുടെ മലയാള സിനിമയിലെ ദ ബെസ്റ്റ് വില്ലൻ എൻട്രി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എയർപോർട്ടിലൂടെ നടന്നു വരുന്ന ആ കണ്ണൂർ സ്കോഡിലെ സീൻ. ശരിക്കും അപ്പം മൂവി ഇറങ്ങിയിട്ട് ഇപ്പം കുറച്ച് വർഷമായി. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോഴും, അത് കഴിഞ്ഞ് ഒരുപാട് വില്ലന്മാരുടെ മൂവീസ് വന്നിട്ടുണ്ട്, അതിന് മുമ്പ് വന്നിട്ടുണ്ട്. ബട്ട് ആളുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു BGMനൊക്കെ എപ്പോഴും ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ അത്രയും അങ്ങനെ ഒരു നല്ലൊരു റോള്, ആ ഒരു സംഭവം ഇതും മാനിഫെസ്റ്റേഷന്റെ പവർ ആയിട്ടാണോ വിശ്വസിക്കുന്നത്? സത്യം പറഞ്ഞ മാനിഫെസ്റ്റേഷനിൽ നമ്മൾ ആഗ്രഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ വരും, എങ്ങനെ സംഭവിക്കുന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ റൂട്ട് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ആഗ്രഹിക്കുക. പക്ഷേ അങ്ങനെ ഒരു സാധനം ആഗ്രഹിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ആ കണ്ണൂർ സ്കോഡിൽ സംഭവിച്ചത് എൻ്റെ ഒന്നുമില്ല, അത് സുഷിൻ്റെയാണ്. സുഷിൻ്റെ BGMലാണ് നമ്മളത് അത്രയും ആൾക്കാർ എടുത്തിരിക്കണം എന്നുള്ളതാണ് എൻ്റെ കംപ്ലീറ്റ് വിശ്വാസം. നമ്മളവിടെ പെർഫോം ചെയ്തു, ഒബ്വിയസ്ലി പെർഫോം ചെയ്തു, പക്ഷെ മ്യൂസിക്കലി അത് അത്രയും പുൾ ഓഫ് ചെയ്തിട്ടാണ് അത് അങ്ങനെ വന്നിരിക്കുന്നത്. ശരിക്കും അതൊക്കെ കാണുമ്പോഴേ നമുക്ക് മ്യൂസിക്കിനും ഈ BGMനൊക്കെ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടെന്ന് മനസ്സിലാവുന്നത് അല്ലേ? മേ ബി ആ ഒരു വോക്കിന് വേറൊരു പാട്ട് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരു കാര്യം അരുണിൻ്റെ അടുത്ത് തന്നെയാണെന്ന് ഒന്ന് വിളിച്ച് പറഞ്ഞു വെച്ചാൽ, കാരണം ഈ മ്യൂസിക്കിൽ ഇവരെടുക്കുന്ന ഒരു എഫേർട്ട് ഇപ്പം പുറലോ അറിയാത്ത സാധനമാണ്. AAC LEADC അല്ലേ, ഇങ്ങനത്തെ പല രീതിയിലുള്ള സൗണ്ട് പരിപാടികളുണ്ട്. നമ്മളത് എടുക്കുന്ന ഹെഡ്ഫോണും നല്ല അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഫയലും ഉണ്ടെങ്കിൽ ഇവർ ചെയ്തിരിക്കുന്ന കാര്യം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പം ഞാനൊരു നല്ല വിലേൻ്റെ ഇപ്പം ഞാൻ നല്ല ഒരു ഹെഡ്ഫോൺ വെച്ച് ഞാൻ ഇവരെ പാട്ട് കേട്ടപ്പോഴാണ് ശരിക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പാട്ട് നല്ല രസമുണ്ട്. ഞാൻ ഫോക്കൽ ബെത്തീസിൻ്റെ ഞാൻ ഇതിനടുത്ത് വിളിച്ചു പറഞ്ഞു, ഫോക്കൽ ബെത്തീസിൻ്റെ അതിൽ നിന്ന് പാട്ട് കേട്ടപ്പോൾ എന്ത് രസമായിട്ടാണ് ഇവർ ഓരോ പരിപാടികൾ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത്തരം ടെക്നിക്കൽ കാര്യങ്ങളൊന്നും നമ്മൾ പുറലോകം അറിയുന്നില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, സിനിമ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ BGM ഒന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സീനേ മാറിപ്പോകും അല്ലേ? തീർച്ചയായും. വേണമെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും എഡിറ്റിംഗ് അറിയാം. എഡിറ്റ് ചെയ്യണ സമയത്ത് വേറൊരു സാധനം എടുത്തിട്ട് അതിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീനേ മാറി, എയർപോർട്ടിൽ വരുന്ന സീൻ മാറിപ്പോയി, ഒന്നുമില്ല. അത്രേ ഉള്ളൂ. കോമഡിയാക്കാം സത്യം. അല്ല, ഇപ്പോ ഒരുപാട് റീൽസ് അങ്ങനെ വരുന്നുണ്ടല്ലോ, സെന്റിമെന്റൽ ആയിട്ടുള്ള റീലിന് പിന്നെ ഭയങ്കര സൈക്കോ മ്യൂസിക് പോലെ കൊടുത്തിട്ട് ആ സീന് തന്നെ മാറ്റുന്ന നമ്മുടെ അയ്യോ മൂവിയുടെ പേര് നെഞ്ചുക്കുൾ പെയ്ത് വാരണായിരം. അതിനകത്തിലെ മറ്റേ ട്രെയിനിലെ സീൻ BGM മാറ്റുമ്പോഴേക്ക് നേരെ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ഫീലിനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ഒരു ട്രാക്കാണ്. അത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അഭിനയിക്കുമ്പോൾ അറിയണ്ടാവില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രേക്ഷകരായിട്ട് ഇരുന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുക. ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പോയിട്ട് ഇരുന്ന് കാണുമ്പോൾ തന്നെയാണ് കിട്ടുക. കാരണം ഇവർ യൂസ് ചെയ്യുന്ന ഓരോ എക്യുപ്മെൻറ്റ്സും, ഇവർ യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പോൾ എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട് മ്യൂസിക്കിൻ്റെ ഓഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, വളരെ അടുത്ത് അറിയാം. അപ്പോൾ അവർ ചെയ്യുന്ന എഫേർട്ട് അത് നമ്മൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാം. ഇപ്പോൾ ഒരു കവറ് ഇങ്ങനെ ആക്കണ സൗണ്ടായിരിക്കും, പക്ഷെ അത് അവർ എടുക്കുന്നത് കവറിലായിരിക്കില്ല, വേറെ എന്തെങ്കിലും ഇൻപുട്ട് ഇട്ടിട്ടായിരിക്കും ആ കവറിൻ്റെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടാവുക. പക്ഷെ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മളത് കാണുമ്പോൾ വളരെയധികം കവറ് കിലിങ്ങിയ ഒരു സൗണ്ട് അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂവി കാണുമ്പോൾ അത് തിയേറ്ററിൽ നിന്നാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നല്ലൊരു ഹെഡ്സെറ്റ് മേടിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് കിട്ടില്ല, ഉറപ്പായിട്ടും കിട്ടില്ല. അത് തിയേറ്ററാണ്, എക്സ്പീരിയൻസ് തിയേറ്ററാണ്. അതെ. അപ്പോൾ എന്തായാലും നമ്മുടെ വിവാഹം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് അല്ലെ, ഫാമിലി ആയിട്ട് വന്ന് അത് എൻജോയ് ചെയ്തിട്ട് പോണം എന്നല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. അഭിഷേക്, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും all the best. Thank you so much. Thank you.